വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom BBA സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മോഡ്യൂൾ 4 കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പുള്ള വീഡിയോസ് എല്ലാം ഈ പറയുന്ന മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക. ഓക്കെ, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാരണം സെയിൽസ് പ്രൊമോഷൻ എന്നാൽ എന്തെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിച്ചാലും യു ക്യാൻ റൈറ്റ് ദ സെയിം ആൻസേഴ്സ്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരുന്നിരുന്നു. സെയിൽസ് പ്രൊമോഷൻ എന്നാൽ എന്ത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്സ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് യൂസേഴ്സ്. അതായത് സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത് കൊണ്ട് ഈ പറയുന്ന അവരുടെ ബ്രാൻഡ് ഇമേജ് ഉണ്ടല്ലോ കമ്പനിയുടെ, അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലും അതേപോലെ തന്നെ യൂസേഴ്സിൻ്റെ മൈൻഡിലും എന്നും പതിഞ്ഞിരിക്കും. അല്ലെങ്കിൽ അവർക്ക് മൈൻഡിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്ന ആ പറയുന്ന ബ്രാൻഡ് നെയിം അവരുടെ മൈൻഡിൽ ഉണ്ടാവും. ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ആണ്, അഡ്വർടൈസിങ്ങും അതേപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങും. Due to diversity of the market, the importance of sales promotion has increased tremendously. അതായത് ഈ പറയുന്ന മാർക്കറ്റിൽ തന്നെ പല വിധത്തിലുള്ള പ്രൊഡക്ട്സും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. അതിനും അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ ഓരോ കമ്പനിക്കാർ അവരവരുടെ ബ്രാൻഡ് നിലനിർത്താൻ വേണ്ടി ഡിഫറെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിന് അവരുടെ ബ്രാൻഡ് ഇമേജ് നല്ല രീതിയിൽ കൊണ്ടുവരാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ്. ദ സെയിൽസ് promotional techniques stimulate consumers to make purchase promptly on the spot. The importance of sales promotions can be explained as follows. ഈ ഇത്രയും ജസ്റ്റ് നിങ്ങളൊരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ എഴുതാം. അതിനുശേഷം നമുക്ക് ഓരോ പോയിൻറ്റ്സും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് സഫിഷ്യൻറ്റ് പ്രൊഡക്റ്റ് നോളേജ്. ഈ സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്താണ്, നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഫുൾ ഇൻഫോർമേഷൻ ഇല്ല ഒരു മാക്സിമം ഇൻഫോർമേഷൻ എങ്കിലും നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കിട്ടും. വേരിയസ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് ഹെൽപ്പ് ടു ഗീവ് സഫിഷ്യൻറ്റ് നോളേജ് എബൌട്ട് ടു കൺസ്യൂമേഴ്സ് വിത്ത് റിഗാർഡ് ടു ദ യൂസേഴ്സ് ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് ഓർ ആൻഡ് കീപ്പ് ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ യൂസേഴ്സും അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ നോളേജ്, പ്രൊഡക്റ്റിൻ്റെ ഫുൾ നോളേജും എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസ്. Sales promotional tools like a price reductions schemes, premium offers, discount, etc. reduce the price of the product whereas the purchase on notified occasions. ഇവിടെ പ്രൊഡക്റ്റ് വെൻ ആണ് കേട്ടോ, വേറല്ല, സോറി, വെൻ. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസ്. സെയിൽസ് പ്രൊമോഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയും പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചിലപ്പോൾ അവരെങ്ങനെയൊക്കെ ഏതൊക്കെ സ്കീമൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ സെയിൽസ് പ്രൊമോഷൻ. ചിലപ്പോൾ അവരുടെ ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും സീസൺ ഒക്കേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസ്റ്റിവൽ ഓഫറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രൈസ്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അങ്ങനെ ഒരു സ്കീം കൊടുക്കും, അല്ലെങ്കിൽ ഓഫേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, ആ പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിലും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും കസ്റ്റമേഴ്സിന് എന്താ, ആ പ്രൊഡക്റ്റ് വില കുറഞ്ഞിട്ട് കിട്ടുന്നു. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ നോക്കൂ, ഇൻക്രീസ് ഇൻ കൺസ്യൂമേഴ്സ് ബൈയിങ് കോൺഫിഡൻസ്. ഓക്കെ, ഫ്രീ സാമ്പിൾസ് ഓഫേർഡ് അണ്ടർ ദ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് ഗീവ് ദ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദ ഗുഡ്സ് ആൻഡ് ഗെറ്റ്സ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്.
This experience may give them confidence to take a better decisions towards the purchase of products. ഇവിടെ എന്താണ് ഈ ഒരു ഇൻക്രീസ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നറിയോ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം അത്രത്തോളം ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അതേപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യം റിഡക്ഷൻ ഉണ്ടാവും, ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും ലാഭമാണ് എന്നുള്ളൊരു ഒരു തോന്നല കസ്റ്റമേഴ്സിന് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് നല്ല തന്നെയാണ് എന്നുള്ളൊരു കാര്യം അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ധൈര്യസമേതം അവർക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത അഡ്വാൻറ്റേജസ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ദ കൺസ്യൂമേഴ്സ് ആൾസോ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യൂസിങ് ദ ന്യൂ ചീപ്പർ ആൻഡ് ഡ്യൂറബിൾ ഐറ്റം ടു ദ സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഹെൽപ്സ് ദം ടു മെയിൻറ്റെയിൻ എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇവിടെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. കൺസ്യൂമേഴ്സ് ഈ പറയുന്ന അവർക്കൊരു അവസരം കിട്ടണം, ഇങ്ങനത്തെ പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക, ഡിസ്കൗണ്ട് ഓഫേഴ്സിൽ കിട്ടുക എന്നുള്ളത് പറയുമ്പോൾ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങുകയും അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആവും. ഓട്ടോമാറ്റിക്കൽ ദ സ്റ്റാൻഡേർഡ് ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. Okay, the next advantage is minimizing exploitation. Sales promotion gives sufficient knowledge about product and its substitute available in the market. അതായത് ഇവിടെ ചൂഷണം കുറയും എന്നാണ് പറയുന്നത്. കാരണം കസ്റ്റമേഴ്സ് വേറെ നല്ല പ്രൊഡക്റ്റേ വാങ്ങുള്ളൂ, വേറെ അവരെ പറ്റിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും അവർ വാങ്ങില്ല. കാരണം ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷനിലൂടെ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും പറയുമ്പോൾ കസ്റ്റമേഴ്സിന് അറിയാൻ സാധിക്കുന്നു ഏത് പ്രൊഡക്റ്റാണ് കുറച്ചും കൂടി നല്ലത്. മാർക്കറ്റിൽ പല പ്രൊഡക്ട്സ് ഉണ്ടാവും, അതിൽ ഏത് നല്ലത് എന്നുള്ളത് കസ്റ്റമേഴ്സിന് അറിയാൻ സാധിക്കും. അപ്പോൾ അത് അവർ എന്ത് ചെയ്യും, വഞ്ചനയിൽ പെടില്ല. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ദിസ് ഹെൽപ്സ് ടു മിനിമൈസ് എക്സ്പ്ലോട്ടേഷൻ ബൈ ദ സെല്ലേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണത് കൊണ്ട് ഇനിയിപ്പോൾ സെല്ലർ വിൽക്കുന്ന ആൾ പറയണല്ലേ നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് വാങ്ങും അതാണ് നല്ലതെന്ന് പറഞ്ഞാലും അതിൻ്റെ വേർതിരിവ് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ നല്ല പ്രൊഡക്റ്റേ വാങ്ങത്തുള്ളൂ. പിന്നെ അടുത്ത അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സെയിൽസ്. ഓക്കെ, സെയിൽസ് ഇൻക്രീസ് ആവും. അത് സെയിൽസ് പ്രൊമോഷൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്ത്, സെയിൽസ് ഇൻക്രീസ് ആവുന്നു എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് അട്രാക്ട് ദ കൺസ്യൂമേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദം ഫോർ ലാർജർ പർച്ചേസസ് ലീഡിങ് ടു ഇൻക്രീസ് സെയിൽസ്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഇൻക്രീസ് ആവും. പിന്നെ അടുത്തത് റെഗുലർ സെയിൽസ് ഓഫ് സീസണൽ പ്രൊഡക്ട്സ്. ദ ഓഫർ ഓഫ് ഓഫ് സീസൺ ഡിസ്കൗണ്ട്, പ്രൈസ് കട്ട് എക്സെട്ര ഓൺ സീസണൽ പ്രൊഡക്ട്സ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് സെയിൽസ് ഓഫ് സച്ച് ഐറ്റം. ഇവിടെ നമുക്ക് സീസണൽ പ്രൊഡക്ട്സ് ആകുമ്പോൾ റെഗുലർ സെയിൽസ് നടന്നുകൊണ്ടേയിരിക്കും. ഓഫ് സീസൺ ആണെങ്കിൽ പോലും ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് സീസൺ ആകുന്ന സമയത്തൊക്കെ ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഇവർ ചെയ്യാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവരത് ഡിസ്പ്ലേ ചെയ്ത് അല്ലെങ്കിൽ അവരെ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഓഫ് സീസണിലടക്കം ഇവരുടെ പ്രൊഡക്റ്റ് സെയിൽ ആവും എന്നുള്ളത്. അപ്പോൾ എന്താവും, സീസണൽ പ്രൊഡക്ട്സിനും അവർക്ക് റെഗുലർ എന്താ പറയുക സെയിൽസ് തന്നെ ആയിരിക്കും, അതേപോലെ ഓഫ് സീസൺ ആണെങ്കിലും സെയിൽസ് നടക്കും. പിന്നെയുള്ളത് ഇംപ്രൂവ്സ് എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. The sales promotion makes advertisement and personal selling more effective to push sales. അതായത് സെയിൽസ് പ്രൊമോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുകയാണ് ഈ സെയിൽസ് പ്രൊമോഷനോട് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ രീതിയിലാണ് പേഴ്സണൽ സെല്ലിംഗ് കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന പ്രൊമോഷൻ സെയിൽസ് പ്രൊമോഷൻ ഉള്ളത് കൊണ്ട് പേഴ്സണൽ സെല്ലിങ്സ് കുറച്ചും കൂടി നമുക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ അതായത് സെയിൽസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ശരിയാണ്, കാരണം നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം, കാരണം ഇവർ ഓൾറെഡി സെയിൽസ് പ്രൊമോഷൻ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്സ് ടു ബി ഇൻക്രീസസ്. ഓക്കെ, പിന്നെ പറയുന്ന ഒരു അഡ്വാൻറ്റേജസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. അത് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് പ്രൊമോഷൻ ഈസ് ബെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ പുതിയൊരു പ്രൊഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടെക്നിക് അഡോപ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആണ്. അപ്പോൾ ബൈ സപ്ലൈ ഓഫ് എ ഫ്രീ സാമ്പിൾസ് ദ ന്യൂ പ്രൊഡക്റ്റ് മേക്ക് ഇറ്റ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ മാർക്കറ്റ്. സപ്ലൈ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ പുതിയ പ്രൊഡക്ട്സിന് അവിടെ എന്ത് ചെയ്യുന്നു, ഫ്രീ സാമ്പിൾസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ മാർക്കറ്റിൽ ഇത് ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്ത അഡ്വാൻറ്റേജസ് ഡയറക്റ്റ് കൺട്രോൾ.
In advertising, media is advertising is controlled by the advertising agencies and the advertising cost are higher. അതായത് ഡയറക്റ്റ് കൺട്രോൾ അവർക്ക് വെക്കാൻ പറ്റുന്ന, അതായത് ഇൻ അഡ്വർടൈസിങ് ആണെങ്കിലും ഏതൊക്കെ മീഡിയസ് പല മീഡിയസിലൂടെയാണ് അഡ്വർടൈസിങ് ചെയ്യുക, ആ പറയുന്ന സമയത്ത് ഈ അഡ്വർടൈസിങ് ഏജൻസിയും അഡ്വർടൈസിങ് കോസ്റ്റും ഒക്കെ ഏറ്റവും നമുക്ക് കൂടുതലായിരിക്കും. ദിസ് ഹാസ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഇങ്ങനെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ചിലവാക്കിയോ അതിനനുസരിച്ച് ഇരട്ടി സെയിൽസ് വന്നാലേ പ്രോഫിറ്റ് ഉള്ളൂ. അതല്ലെങ്കിൽ നേരെ ഉൾട്ടിയായിട്ട് വരും, ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരും. നമ്മൾ കൂടുതൽ ചിലവാക്കുന്നു, പ്രോഫിറ്റ് കുറയും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് ഇല്ല. ബട്ട് ഇൻ ദ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാം, പക്ഷേ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാമിലാണെങ്കിൽ ദ പ്രൊഡ്യൂസർ ഹാസ് എ ഫുൾ കൺട്രോൾ ഓവർ ദ പ്രൊമോഷണൽ ടൂൾ. അതായത് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാമിലാണെങ്കിൽ പൈസ ചിലവാക്കുന്ന ആൾക്കുണ്ടല്ലോ, ആ പ്രൊഡ്യൂസേഴ്സ് ഹാസ് എ ഫുൾ കൺട്രോൾ ഓവർ ദ പ്രൊമോഷൻ ടൂൾസ്. ഏത് പ്രൊമോഷൻ ടൂൾസ്, ഏത് മെത്തേഡ്സ് എടുക്കണം, എത്ര രൂപ ചിലവാക്കണം എന്നുള്ളതിനൊക്കെ കൺട്രോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാവും. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് കുറഞ്ഞ ചിലവിൽ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ സാധിക്കും, സെയിൽസ് എത്രത്തോളം കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാനും മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയും മിനിമം കോസ്റ്റിൽ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് കൺട്രോൾ, ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ്, ഇംപ്രൂവ്സ് എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, റെഗുലർ സെയിൽസ് ഓഫ് സീസണൽ പ്രോഡക്ട്സ്, ഇൻക്രീസ് ഇൻ സെയിൽസ്, മിനിമൈസിംഗ് എക്സ്പ്ലോട്ടേഷൻ, higher standard of living, increase in consumers buying confidence, availability of products at reduced price and sufficient product knowledge. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആയിരുന്നു ഏതാ? സഫിഷ്യൻറ്റ് പ്രൊഡക്റ്റ് നോളേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കേ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സ് അതേപോലെ തന്നെ 5 മാർക്സ് എസ്സേ ടൈപ്പും ഈ പറയുന്ന 3 പാറ്റേണിലും ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം, നല്ലൊരു ഭാഗമാണ് ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ എന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഈ എടുത്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.